സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം കർത്താവിൻ്റെ ദാസിയോട് കടന്നു വന്ന എല്ലാ സഹോദരിമാരോടും ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ ഒരു അവസരം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസി പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് ദീന. ഞങ്ങളിപ്പോൾ കുവൈറ്റിലായിരിക്കുന്നു കുടുംബമായിട്ട്. ദൈവകൃപയാൽ ദൈവം ഞങ്ങളെയും വിളിച്ചു വേർതിരിച്ചു ഈ ദേശത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം പാട്ട് പാടിയതുപോലെ ജീവിതത്തിലെ കഷ്ടതയിലും പ്രയാസത്തിലും രോഗത്തിലും താഴ്ചയിലും ഉയർച്ചയിലും എല്ലാം ദൈവം നിലനിർത്തിയെന്ന് പറയാനൊക്കെയുണ്ട്. ഇന്നൊരു സാക്ഷിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവയായ ദൈവം വിശ്വസ്തയോടെ തൻ്റെ മക്കളെ വിളിച്ചു വേർതിരിച്ച് അവരെ നിലനിർത്തി ദൈവം നമ്മളെ സഹായിച്ചിത്രത്തോളം ദേശത്തിന്റെ പല ഭാഗത്തായിരുന്നു കൊണ്ട് നമുക്ക് ദൈവവചനം കേൾക്കുവാനും ദൈവത്തെ സ്തുതിക്കാനും നമ്മളാൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും ഓരോരുത്തരെയും ദൈവം വിളിച്ച് വേർതിരിച്ച് ആയിരിക്കുന്നിടത്ത് ആക്കി തീർത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രജനി സിസ്റ്ററാണ്. അതിന് ഞാൻ ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസി ക്രിസ്റ്റി സിസ്റ്ററിനോടും കുടുംബത്തോടും എല്ലാവരോടുമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവകൃപയാൽ എൻ്റെ പേര് ദീന എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരും വിചാരിക്കും ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് വളർത്തപ്പെട്ടതാണെന്നല്ല. എൻ്റെ മാതാവും പിതാവും ഞങ്ങൾ 3 മക്കളാണ് എൻ്റെ മാതാപിതാക്കൾക്ക്. എന്നാൽ ദൈവം മുന്നമേ കണ്ടത് കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല, ദീന, ദീപ, ദിവ്യ, ഞങ്ങൾ 3 പെൺമക്കളാണ്. അങ്ങനെയാണ് ദൈവം ആ സമയത്ത് എൻ്റെ അമ്മ എന്തുകൊണ്ട് അങ്ങനെ പേരിട്ടു എന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ എനിക്കിപ്പോഴും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. എന്നാൽ കൃപയാലെ ദൈവം കർത്താവിൻ്റെ വചനം കേൾക്കുവാനും വിളിച്ച് ദൈവത്തെ അറിയുവാനും ദൈവം ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കി. അത് ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു 3 പെൺമക്കളിൽ മൂത്ത ഒരാൾ വിശ്വാസത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞ ഒരു മനുഷ്യർക്ക് നമുക്കറിയാം നാട്ടിലെ അതൊരു അസാധ്യമായ കാര്യമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ സകല മാനവരാശിയുടെയും പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവം തന്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പം ലോകത്തെ സ്നേഹിച്ചു ദൈവം. യോഹന്നാൻ 3:16 പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അപ്പം അത് വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ പ്രാപിക്കാനൊക്കെ ദൈവം സഹായം. അങ്ങനെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബത്തിൽ അനേകരെയും ദൈവം വിളിച്ച് വേർതിരിച്ചു. അത് സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം 1 കൊരിന്ത്യർ അതിൻ്റെ 1-9 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ആ വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ച് പറയാനാണെന്ന് ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് കടന്നു വന്നത്. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞു ദൈവം വിശ്വസ്തനാണെന്ന്. നമ്മളുടെ സകല ആവശ്യങ്ങൾ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്ന ഒരു വിശ്വസ്തനായ ദൈവം. എന്നാൽ എൻ്റെ കുടുംബത്തിലെ കുറിച്ച് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തനാണെന്ന് ഇതുവരെ, അത് മരണമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, കഷ്ടമായിക്കോട്ടെ, നന്മയായിക്കോട്ടെ, അനുഗ്രഹമായിക്കോട്ടെ, ദൈവം വിശ്വസ്തനായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അനിയത്തി ദീപ ജോയിൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ മോള് കെസിയുണ്ട്, എൻ്റെ സിസ്റ്ററിൻ്റെ മോള് ലക്ഷ്മിയുണ്ട്. ഇവരൊക്കെ ദൈവത്തെ അറിഞ്ഞ ദൈവം അവരെയൊക്കെ ദൈവം വിശ്വാസത്തിൽ നിലനിർത്തും. ഞാൻ സാക്ഷ്യം പറയുമ്പോൾ അതെല്ലാം 1 by 1 ആയിട്ട് നിങ്ങളോട് പറയാം. എന്നാൽ ഈ അരമണിക്കൂറോ 1 മണിക്കൂറോ 1 ദിവസമോ 2 ദിവസമോ ഒന്നും എടുത്താൽ പറഞ്ഞു തീരത്തില്ല. അത്രയ്ക്ക് ദൈവം അത്ഭുതം ചെയ്തു. ദൈവം വിശ്വസ്തനായിരുന്നു, ദൈവം തെളിയിച്ചിട്ടുണ്ട്. അതെനിക്ക് എങ്ങനെ പറഞ്ഞു തീർക്കണമെന്ന് അറിയത്തില്ല. ഓരോരുത്തടുത്ത് എന്നെ വിളിക്കുന്നിടത്തെല്ലാം ദൈവം എനിക്ക് തരുന്ന കൃപയ്ക്കനുസരിച്ച് പറയാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 3 പെൺമക്കളാണ്. അതിലെ മൂത്ത മോളാണ് ഞാൻ. എന്നാൽ ഞാനൊരു നോർമൽ ഭക്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഒത്തിരി അമ്പലങ്ങളും അനേക ദൈവങ്ങളും ഉള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അതിലെല്ലാം പൂജയും നേർച്ചയും കാഴ്ചയും കളിച്ചാണ് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ വളർന്നു വന്നത്. എന്നാൽ ആ സമയത്ത് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ജീവനുള്ള ഒരു ദൈവമുണ്ടോ? കാരണം ഈ സേവിക്കുന്നതൊക്കെ ശരിക്കുള്ള ദൈവമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നത്? യഹോവയായ ദൈവത്തെ അറിയാതിരുന്ന കാലത്തും ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്നോട് കേൾപ്പിച്ച ആദ്യത്തെ ഒരു ദൈവത്തിന്റെ ശബ്ദമാണ്, ആ സമയത്തും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ ആളിൽ നമ്മളെ കണ്ട്
നമ്മൾക്ക് വേണ്ടി സ്നേഹിച്ച് തന്റെ ജീവനെ കൊടുത്ത്, അല്ലെങ്കിൽ തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൈവം, പരിശുദ്ധാത്മാവിനെ തന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തി നമ്മളെ ആത്മീയമായിട്ട് സ്വർഗത്തിലെ ഹാലിലെ ദൈവത്തോടുകൂടെ ഇരിക്കാൻ തക്കവണ്ണം വഴി നടത്തുന്ന ഒരു ദൈവത്തെ ഒന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആയിരുന്നിടത്ത് വളരെ ഭക്തിയോടാണ് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിയത്. അമ്പലങ്ങളാണെങ്കിൽ എല്ലാ ദിവസങ്ങളിലും വീട്ടിലെ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥന കഴിക്കാതെ ഞങ്ങൾക്ക് ആഹാരം ലഭിക്കുന്ന ഒരു കുടുംബത്തിലല്ല ഞാൻ ജനിച്ചു വളർന്നത്. എന്നാൽ എൻ്റെ അദ്ദേഹത്തിന് പിതാവ് നേരത്തെ മരിച്ചു പോയതാണ്. എനിക്ക് 3 അനിയന്മാരുണ്ടായിരുന്നു, പെങ്ങന്മാർ 5 പേരുണ്ടായിരുന്നു. അവരെയൊക്കെ നോക്കണതിൻ്റെ എൻ്റെ പിതാവിൻ്റെ ഉത്തരവാദിത്തമായിട്ട് വളരെ ചെറുപ്പത്തിലെ വിവാഹം കഴിക്കാനിടയായി തീർന്നു. അങ്ങനെ വളരെ ഒരു കൂട്ടുകുടുംബത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മാതാവ് ഞങ്ങളെ 3 പേരെ വളർത്തിയത്. വളരെ അധ്വാനിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ അമ്മയുടെ പേര് സരളമ്മ എന്ന, എൻ്റെ പിതാവ് രവികുമാർ. എന്നാൽ ഇവരെല്ലാം കർത്താവിനെ അറിയുവാൻ യഹോവയായ ദൈവം കൃപ ചെയ്തു. ആദ്യ ഫലമായിട്ട് ദൈവം കുടുംബത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു. ഞാൻ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അങ്കിളും മിലിറ്ററിയിലായിരുന്നു. റിട്ടയർ ആയിട്ട് ബോംബെയിൽ ബിസിനസ് ചെയ്യുകയാണ്. എൻ്റെ ആൻറ്റി ബോംബെയിൽ ഗവൺമെൻറ് സർവീസിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് ഞാൻ ബോംബെക്ക് കടന്നു പോകുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു മുഖാന്തരമായിരുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയാനുള്ള ഒരു വഴി ദൈവം തുറന്നു. എൻ്റെ ആൻറ്റി രഹസ്യമായിട്ട് അന്ന് കർത്താവിനെ അവരുടെ നേഴ്സസിൻ്റെ കൂട്ടായ്മയിൽ കടന്നുപോയി പ്രാർത്ഥിക്കുകയും വചനം അനുസരിച്ചിട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ കുടുംബത്തിലെ അന്നത്തെ പഴയ 40 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാനിത് പറയുന്നത്. ആ സമയത്തൊന്നും അവർക്ക് വിശ്വാസത്തിലുള്ളൊരു വിവാഹം കഴിച്ചു മാറി നിൽക്കാൻ പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. കുടുംബത്തിലുള്ളവർ സമ്മതിക്കത്തില്ലായിരുന്നു. ഇവർ വിശ്വാസത്തിലാണെന്നുള്ള വിവരം നമുക്കൊട്ട് അറിയേയില്ലായിരുന്നു. എൻ്റെ അങ്കിളിനെ എൻ്റെ അമ്മയുടെ ആംഗലയുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോൾ എൻ്റെ ആൻറ്റി വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ട ഒരാളാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവം കൃപയാൽ എൻ്റെ കുടുംബത്തിലുള്ളവരെ കാണുവാൻ അല്ലെങ്കിൽ വിളിച്ചു വേർതിരിക്കുവാൻ തക്കണം അവരിൽ കൂടെ ഒരു മുഖാന്തരം ദൈവം ഒരുക്കി. എൻ്റെ ആൻറ്റിയോട് ദൈവം, ഞാൻ ബോംബെയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എൻ്റെ ആൻറ്റിയോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച്, നിന്റെ ഭർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നിന്റെ കൂടെ ആരാധിക്കുവാൻ തക്കവണ്ണം ഞാൻ ഒരാളെ വിളിച്ചു വേർതിരിക്കുന്നുവെന്ന്. എന്നാൽ അത് ഞാനായിരിക്കുമെന്ന് ആൻറ്റിക്ക് അറിയത്തില്ല. ആരെ കൊണ്ടുവരും എങ്ങനെയൊന്നും അറിയത്തില്ല. ആൻറ്റി രഹസ്യത്തിൽ അന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ദൈവം എന്നെ ബോംബെയിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ടൈപ്പ് ഷോർട്ട് ഹാൻഡും കമ്പ്യൂട്ടറും പഠിക്കാനായിട്ട് ഞാൻ കടന്നു പോകും. അതിനുശേഷം ഞാൻ ഫ്രീ ആണ്. അപ്പം ഇവർ നമ്മളുടെ പോട്ടയുടെ വചനോത്സവം നിങ്ങൾക്കറിയാം. പോട്ട ഈ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്നത്, ഈ ഹോസ്റ്റലിൽ കൊണ്ടുവരുന്ന എല്ലാ ബുക്കുകളും എൻ്റെ ആൻറ്റി കൊണ്ടുവന്ന് അവിടെ ടേബിളിൽ ഇട്ടേക്കും. പുതിയ നിയമത്തിൻ്റെ ഒരു ബൈബിളും ഒരു സങ്കീർത്തനത്തിൻ്റെ ഒരു പുസ്തകവും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വെറുതെ ഇരിക്കുവായതുകൊണ്ട് എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് അത് വായിച്ചു തുടങ്ങിയത്. അപ്പം എല്ലാം ദൈവങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ വിചാരിക്കും, അതായത് കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ്. ഈ 33 കോടി ദൈവങ്ങൾ ഹിന്ദുക്കൾക്കുണ്ട്. അത് പോരാത്തതിന് മുസ്ലിങ്ങളുടെ ദൈവം, ഇതെല്ലാം ദൈവമാണെന്ന് ഞങ്ങൾ ക്രിസ്ത്യൻസിന്റെ പള്ളിയിലും മുസ്ലിങ്ങളുടെ പള്ളിയിലും അമ്പലത്തിലും എല്ലാം അവിടത്തും പോകുന്ന ആൾക്കാരാണ്. അപ്പം വിചാരിച്ചിരുന്നത് അതിലെ ഒരു ദൈവം യേശു എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഈ വചനോത്സവത്തിൽ കൂടെ അവരുടെ ഈ പോട്ടയിലെ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളും ഈ അടയാളങ്ങളും ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൽ വേറൊരു ദൈവം, അതായത് ഹിന്ദുക്കളുടെ ദൈവങ്ങളെല്ലാം സംഹാരത്തിനായിട്ടും മറ്റുള്ളതിനായിട്ടും കടന്നു വരുമ്പോൾ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് അതിൽ കൂടെ കാണുവാനായിട്ട് ഇടയായിരുന്നു. എൻ്റെ ആൻറ്റി പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുവാണെന്നൊന്നും എനിക്ക് ഒരു അറിവില്ല. ആൻറ്റിക്ക് പറയാനും പറ്റത്തില്ല. കാരണം അങ്കിൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എന്താവും കുടുംബത്തിലെ പ്രശ്നമെന്ന് അറിയത്തില്ല. അവർക്ക് 2 മക്കളുണ്ട്, രഞ്ജിത്ത് സൗദിയിലെ കുടുംബമായിട്ട് അവരും വിശ്വാസത്തിലാണ്, ദൈവത്തെ സേവിക്കുന്നു. എൻ്റെ അങ്കിള് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആൻറ്റിയുടെ മോള് ദീപ്തി കുടുംബമായിട്ട് ബോംബെയിലാണ്, അവരും വിശ്വാസത്തിലാണ്. ദൈവ കൃപയാൽ കുടുംബത്തിൽ അനേകരെ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്നാലേ ഈ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിങ്ങനെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്നാലേ യഥാർത്ഥമായിട്ടുള്ള ദൈവം ക്രിസ്തു ആണെന്ന് ഗ്രഹിക്കാൻ ഒരു സമയമെടുത്തു. കാരണം നമുക്ക് എല്ലാം ദൈവങ്ങളാണെന്ന് വിശ്വസിച്ച് പോകുന്ന ഒരു കാലഘട്ടം. എന്നാലേ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ എൻ്റെ ആൻറ്റിയുടെ ചേച്ചിയും കുടുംബം അവർ വിശ്വാസത്തിൽ, അവർക്കൊരു മോളുണ്ട്, അവർ ബോംബെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഹസ്ബൻഡ് ഉത്തമൻ എന്ന് പറഞ്ഞ ആ ബ്രദർ, അദ്ദേഹത്തിന് നമുക്കറിയാം ബോൺമാരോ എന്ന് പറഞ്ഞ ഒരു അസുഖം വന്ന് ബോംബെ വെച്ചിട്ട് പുള്ളിക്കാരന് എഴുന്നേറ്റ് നടക്കാതെ പാരലൈസ് ആയി പോയി. അദ്ദേഹം ഒരിക്കലും എഴുന്നേക്കത്തില്ല എന്ന് ഇങ്ങനെ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പൊ അദ്ദേഹത്തിന് രോഗിയായി തീർന്നു. അപ്പം എൻ്റെ ആൻറ്റിയുടെ മൂത്ത ചേച്ചി അവര് പെന്തക്കോസ്ത് സഭയിലെ ആരാധനയ്ക്ക് പോകുന്നത്, അവര് തുമ്പം എന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ലായിരുന്നു. ഞാനൊന്ന് കൊച്ചുങ്ങൾ നമ്മൾ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട്. എന്നാൽ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബോംബെയിലെ സഭയിൽ നിന്നുള്ള ആൾക്കാർ, ആദ്യമായിട്ടാണ് ഞാൻ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ കാണുന്നത്. അവർ വന്ന് ഈ ഉത്തമൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു.
അദ്ദേഹത്തിന്റെ ഡോക്ടർമാർ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾ സൗഖ്യമായി എഴുന്നേറ്റ് നടന്നു, പുള്ളി ജോലിക്ക് പോകാൻ തുടങ്ങി. പക്ഷെ പുള്ളി ഇപ്പോഴും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ദൈവം അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് എൻ്റെ മുന്നിൽ അത് കൊണ്ടുവന്നത്. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് മെഡിക്കൽ സയൻസ് എഴുതിയ സ്ഥാനത്ത് അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റി, അപ്പൊ ആ പൊന്നമ്മേന്ന എൻ്റെ ആൻറ്റിയുടെ ചേച്ചിയുടെ പേര്, എൻ്റെ ആൻറ്റിയുടെ പേര് അനന്തവല്ലി. പൊന്നമ്മ ആൻറ്റിയോട് ഞാൻ ചോദിച്ചു, ആൻറ്റി ഇതെന്താ ഇങ്ങനെ? അങ്ങനെ എന്നോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിലും ഇതുപോലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. നീ വിശ്വസിക്കുന്ന ഈ കല്ലും മണ്ണും മരവും ഇതൊന്നുമല്ല ദൈവം. ജീവനുള്ള ഒരു ദൈവമുണ്ട്. നീ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ മതി, ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം നിനക്ക് പ്രത്യക്ഷമായി നിന്നോട് സംസാരിക്കാൻ. അന്ന് മുതൽ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഈ പുതിയ നിയമത്തിന്റെ ബൈബിൾ വായിക്കുമ്പോഴും എല്ലാം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം എനിക്ക് വെളിപ്പെട്ട് വരണം. പക്ഷെ അത് ദൈവം അതെൻ്റെ പ്രാർത്ഥന കേട്ടോ, ദൈവം എന്നെ മുന്നമേ കണ്ടത്. എനിക്കിപ്പോഴും നിങ്ങളോട് എനിക്ക് പറയാൻ അറിയത്തില്ല എങ്ങനെയാ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം എന്നെ കണ്ടു. എൻ്റെ പിതാവെന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കൊല്ലുന്ന ഒരു മനുഷ്യനാണ്, അതേപോലെ മുൻകോപിയ. ഒരു കാരണവശാലും എനിക്ക് നേഴ്സിംഗ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ജോലിക്ക് പുറത്ത് വിടില്ല എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ട് തീരുമാനത്തിന് ആ കൊമേഴ്സ് പഠിക്കാനെ കൊണ്ട് എന്നെ വിട്ടത്. അപ്പൊ എനിക്ക് ജോലിക്ക്, പുള്ളി എന്ന സൗദിയിൽ ജോലിക്ക് പോയി. പുള്ളിയെ ഒരിടത്ത് പോയാലും പുള്ളി ഇങ്ങനെ പെർമനന്റ് ആയിട്ട് ഒരിടത്ത് നിൽക്കില്ല. ഈ ദേഷ്യവും പുള്ളിയുടെ അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഒരാളെ തല്ലുക അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവം കൊണ്ട് അവിടെ നിന്ന് ഒന്നി പറഞ്ഞു വിടും, അല്ലെങ്കിൽ പുള്ളി എനിക്ക് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോരും. അങ്ങനെ എന്താ പറയാ, എൻ്റെ അമ്മയാണ് ഇങ്ങനെ ഈ കൂട്ടുകുടുംബത്തിൽ കിടന്നിട്ട് ഡേ ആൻഡ് നൈറ്റ് കഷ്ടപ്പെടുന്ന അവസ്ഥ ഞങ്ങളുടെ ചെറുപ്പകാലം. ഈ പുള്ളി എവിടെ പോയാലും ഒരിടത്തും നിൽക്കത്തില്ല, പകുതിയാവുമ്പോൾ അവിടെ വിട്ടിട്ട് തിരിച്ചു പോരുന്ന അവസ്ഥ. അപ്പം പുറമേ നോക്കി കഴിയുമ്പോൾ പാപ്പന്മാരെല്ലാം പുറത്ത്, അച്ഛൻ പുറത്ത് ജോലി ചെയ്യുന്നു, വലിയൊരു കുടുംബം, അവിടെ അവർക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ല പുറമെ. പക്ഷെ അകത്ത് വളരെ സ്ട്രഗിളും കഷ്ടപ്പാടുമാണ്. പുറമേ നോക്കിയാൽ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ അതിന്റെ മധ്യത്തും ഈ ആയിരിക്കുന്ന അവസ്ഥയിലെ ദൈവം ഒന്നുണ്ട്, അതിന് ദൈവം പ്രവർത്തിക്കുമെന്ന് വിചാരിച്ച് എല്ലാ മാസത്തിന്റെ ആദ്യത്തെ ദിവസം വെളുക്കുന്നതിന് മുമ്പ് എന്നെ അമ്മ എഴുന്നേറ്റ് കുളിച്ച് ഞങ്ങളെ ഒരുക്കി എല്ലാ അമ്പലങ്ങളിൽ നടയായിട്ട് ഞങ്ങളെ കൊണ്ടുപോകും. കാൽനടയായിട്ട് മണിക്കൂറുകളോളം നടന്ന് ഞങ്ങൾ പോയിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ അച്ഛന് വിടുതലോ ഞങ്ങളുടെ കുടുംബത്തിലൊരു സമാധാനം ഉണ്ടായില്ല. ഈ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് അവർ ഈ നാളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ എൻ്റെ അച്ഛൻ്റെ മകേരൻ നാളാണ്. അപ്പം ആരോ പറഞ്ഞു, ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മകേരൻ നാളിലും വീട്ടിലെ ഭാഗവത പാരായണം ചെയ്ത് മറ്റുള്ളവർക്ക് ആഹാരം സദ്യ വെച്ച് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ വിടുതലുണ്ടാവും. 12 മാസം എൻ്റെ അമ്മ ചെയ്തു, എന്നിട്ടും വിടുതലുണ്ടായില്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്, എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു എനിക്കൊരു എന്താ പറയാ ഭാഗവതമൊക്കെ വായിച്ച് ദൈവത്തെ ഇങ്ങനെ സേവിച്ച് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലെ കൊണ്ട് ഒന്ന് ഭാഗവത പാരായണം വായിക്കുമ്പോൾ പൈസയും കിട്ടും, പിന്നെ നല്ല ആഹാരം 5-8 കൂട്ടം കറിയും പായസം അടക്കം എല്ലാം കിട്ടും. ഇങ്ങനെ ഒരു ജീവിതം, ഞാനൊരു ജോലിക്ക് പോകണമെന്നോ ഒന്നും ആവശ്യമില്ല. പക്ഷെ എനിക്ക് തിരിച്ചറിവായി കഴിഞ്ഞപ്പം, എൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു ജോലി വേണം. ഈ അമ്മ ജീവിക്കുന്ന പോലുള്ള ആ ഒരു ചുറ്റുപാടിൽ ഇവരുടെ പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ വിവാഹം കഴിച്ചു വിടണമെന്നുള്ള വിവാഹാലോചന അങ്ങനെയൊക്കെ പോകുന്ന ഒരു സമയമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ആ ബന്ധനത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ തക്കണം ദൈവം എൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ബോംബെയിലേക്ക് കടന്നു പോകുന്നത്. എനിക്ക് പഠിക്കണം, ജോലി വായിക്കണം, എൻ്റെ അമ്മയെ പോലെ ഒരു കഷ്ടപ്പാടിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരരുത് ദൈവം. അതിന് ദൈവം ഒരു മുഖാന്തരം എൻ്റെ അങ്കിളിൽ കൂടെ ഒരുക്കി. അങ്ങനെ ഞാൻ വന്നു. ഞാൻ പറഞ്ഞല്ലോ, ആ സുവിശേഷം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഈ സൗഖ്യം ഞാൻ കണ്ടു. അതിനുശേഷം എൻ്റെ അങ്കിള് ഈ റിട്ടയർ ആയിട്ട് പുള്ളി ബിസിനസ് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ചെയ്യുക. പുള്ളിക്ക് ഗോവയിൽ ഓഫീസുണ്ട്, ബോംബെയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. പുള്ളി കുറച്ച് ദിവസം ബോംബെയിലുണ്ടാവും, പിന്നെ ബാംഗ്ലൂർ, ഗോവ, അങ്ങനെ പുള്ളി ബിസിനസ് ട്രിപ്പിൽ അവിടെ ഇവിടെ ആയിരിക്കും. ആ സമയത്ത് ആൻറ്റി എന്ത് ചെയ്യും, രഹസ്യമായിട്ട്, എനിക്ക് ആൻറ്റി ബൈബിളും കൊണ്ടാ പോകുന്നതെന്ന് അറിയത്തില്ല, ഒരു കവറിലെ ബൈബിൾ എടുത്ത് പൊതിഞ്ഞ് കഷത്തി വെച്ച് പുള്ളിക്കാരി പോകും. എൻ്റെ ഫ്രണ്ട് അവധിയുള്ള ദിവസമല്ല പുള്ളിക്കാരി പോകും. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വരെ പോകാൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. 2-3 മണിക്കൂർ അല്ലെ 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, പുള്ളിക്കാരി ഇത് എവിടെയായിട്ടാ പോകുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അങ്കിളിനോട് ഞാൻ ചോദിച്ചു, ഏത് ഫ്രണ്ടാ ആൻറ്റിക്ക് ഇവിടെ ഉള്ളത്? ഇങ്ങനെ അന്നേരം അങ്കിളിനറിയാം ഇത് ബൈബിളാണെന്നും പുള്ളിക്കാരി പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടെന്നും എല്ലാം അങ്കിളിന് അറിയാം. പക്ഷെ അങ്കിൾ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച്, പുള്ളി പോകില്ല, മക്കളെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല, നീ പോണെങ്കിൽ പൊയ്ക്കോ എന്നുള്ള അവർ തമ്മിലൊരു ധാരണയുണ്ടായി ആ സമയമായപ്പോഴത്തേനും. അങ്ങനെ പുള്ളിക്കാരി പോകുന്നതാണ്, നീ അത് ഒരു കാരണവശാലും പോകരുത്, ഇവിടെ വിളക്ക് വെച്ച്, ഞാൻ അവിടെ ചെന്ന്, അവർ വിളക്കൊന്നും വെക്കാറില്ലായിരുന്നു, സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ തുടങ്ങി അവിടെ ചെന്ന്. എന്നാലേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വീട്ടിലെ ആൻറ്റി അങ്കിളില്ലാത്ത ബിസിനസ്സിന് ഇതുപോലെ ബിസിനസ് ട്രിപ്പ് പോയപ്പോൾ വീട്ടിലൊരു പ്രാർത്ഥന വെച്ച് എന്നെ സ്നാനപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസൻ രാജു പാപ്പച്ചനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലില്ലി ആൻറ്റി അവർ കുടുംബമായിട്ട് അവിടെ കടന്നു വന്ന് വീട്ടിലെ പ്രാർത്ഥന വെച്ച് 2-3 സിസ്റ്റേഴ്സുമേ ഉള്ളൂ, ആൻറ്റിയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ. എന്നിട്ട് എന്നോട് പറഞ്ഞ, അങ്കിൾ വരുമ്പോൾ പറയരുത് ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുക, നിനക്ക്
പോലെ ഒരു ദൈവത്തിന്റെ ദർശനം എൻ്റെ ഭർത്താവിന്റെ ഭവനത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നിന്നെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് നിന്നെക്കുറിച്ച്, അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു പെന്തക്കോസ്ത് പ്രാർത്ഥനയിൽ ഞാൻ കൂടുന്നത് അന്ന് അവിടെ വെച്ചാണ്. അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എന്നോട് ദൂത് പറഞ്ഞു, വസ്തിയെ മാറ്റി എസ്തേറിനെ തിരഞ്ഞെടുത്തതുപോലെ നിന്നെ ഞാൻ വിളിച്ച് വേർതിരിച്ചതാണെന്നും നീ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമെന്നും നിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും തള്ളും, പക്ഷെ അവരുടെ വിവാഹം ഒരു പക്ഷെ നിനക്ക് മുമ്പേ കഴിയും, പക്ഷെ നീ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നിനക്ക് തരും. നീ ദേശം വിട്ട് കടന്നു പോകും. ഈ ദേശം വിട്ട് കടന്നു പോകുന്നിടത്ത് നിന്നെ പോലെ ഒറ്റയ്ക്ക് ആലയിലെ വിശ്വാസത്തിലേക്ക് കടന്നു ഒരാളെ നിനക്ക് ഭർത്താവായിട്ട് ദൈവം തരുമെന്നും അവിടെ നാളുകൾക്ക് ശേഷം ദൈവത്തിന്റെ വേലയുമായിട്ട് നിങ്ങൾ കുടുംബമായിട്ട് നിൽക്കുമെന്നല്ല അന്നൊരു വാഗ്ദത്തം ദൈവം തന്നു. പക്ഷെ ആ വാഗ്ദത്തം എന്നിട്ട് പറഞ്ഞു, നീ ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ജീവനുള്ള ഒരു ദൈവം ഉണ്ടോ എന്ന്. നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് അറിവില്ലാത്ത കാലത്ത് നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒരു പക്ഷെ നമുക്ക് അറിയത്തില്ല ദൈവം നമ്മുടെ ദൈവശബ്ദം കേൾക്കും, നമ്മളെ വിടിപ്പിക്കുന്ന വിശ്വസ്തനായ ഒരു ദൈവമാണെന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശുക്രിസ്തു മുഖാന്തരം കർത്താവ് നമുക്ക് ഒരുക്കിയ വലിയ പദ്ധതി, നിത്യമായ നരകത്തിൽ ആദാം മുഖാന്തരം സകല മനുഷ്യരും പാപികളായി തീർന്നു. ആ പാപത്തിന്റെ പരിണിത ഫലം മരണം. അതിലെ നിത്യമായ നരകത്തിലേക്കുള്ള അതിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച ഒരു ദൈവത്തിന്റെ വിശ്വസ്തത, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. എനിക്ക് ഒരു കാര്യത്തിലും എൻ്റെ പിതാവിന്റെ സ്വഭാവം അനുസരിച്ചോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് ഒരിക്കലും അങ്ങനെ കടന്നു വരാൻ ഒരു ചാൻസും ഇല്ലാന്നിടത്താണ് ദൈവം അങ്ങനെ ഒരു വഴി തുറന്നെന്നെ അതിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ദൈവം ഇടയായി തീർന്നു. എന്നാൽ ദൈവം അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് എനിക്ക് ആദ്യത്തെ ഒരു പ്രാർത്ഥന കണ്ടു. ഞാൻ പ്രാർത്ഥിച്ചു, അവർ കടന്നുപോയി. പക്ഷെ പിന്നീട് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാനൊന്നും പറ്റത്തില്ല, കാരണം അങ്കിള് വരുമ്പം ആന്റി പോകത്തില്ല. ആന്റിക്ക് ഒരു പക്ഷെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആന്റി പോകും പ്രേയറിന്. പക്ഷെ അതിപ്പം നമുക്കറിയാൻ പറ്റത്തില്ല, അങ്കിളിനായിട്ട് അറിഞ്ഞു പോകാൻ. അങ്കിൾ ആദ്യമേ എന്നോട് പറഞ്ഞു, നോക്കും ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് നേഴ്സുമാരായ ഇവർക്കൊരു ഹോസ്റ്റലിൽ കൂട്ടായ്മ കൊണ്ട് പോകും, ഇവരുടെ ചേച്ചി വിശ്വാസത്തിലാണ്, നീ ഇതൊന്നും കണ്ടു പോകരുത്, അപ്പം തന്നെ തിരിച്ച് നാട്ടിൽ അമ്മ എടുത്തു കൊണ്ടാക്കും, ഇതിന്റെ കൂടെ ഒന്നും കൂടരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ കേട്ടപ്പോൾ ഒന്നും കൂടെ പേടിയായി. തിരിച്ചു കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ജോലിയും ഇതൊക്കെ പോകുമല്ലോ, നമുക്ക് ഇവിടെ പഠിച്ചിട്ട് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. പക്ഷെ ദൈവം എത്ര അത്ഭുതകരമായിട്ട് എന്നെ നടത്തിയെന്ന് എനിക്ക് ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എൻ്റെ അങ്കിളിന്റെ കണ്ണിന് ഞാൻ സ്നാനപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും എൻ്റെ അങ്കിള് ഞാൻ ആഭരണം ഊരിയത് സ്നാനപ്പെട്ടത് അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കണ്ണിലെ അടച്ചു കളഞ്ഞൊരു ദൈവത്തിന്റെ ശക്തി. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിത്യത വരെ ഉണ്ടാവും. ഈ ഭൂമിയിൽ വിശ്വസ്തരായിട്ട് നിലനിന്നു കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ ആ ഒരു വാഗ്ദത്തം അത് മുറുകെ പിടിച്ചാൽ ദൈവം നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ, തന്റെ പുത്രനെ സഹോദരന്മാരെ കർത്താവ് യേശുക്രിസ്തുവിൽ കൂടെ വീണ്ടെടുക്കപ്പെട്ട മക്കളും അവകാശികളുമാക്കി തീർത്ത നമ്മളെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ തക്കോണം ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത്. വളരെ എൻ്റെ എന്ന് വെച്ചാൽ വളരെ ഒരു ഭയങ്കര ഒരു സമയമായിരുന്നു. എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം ഇങ്ങനെ അറിയാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ പ്രേയറിന് പോകാൻ തുടങ്ങുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാവരും പ്രശ്നമായി നാട്ടിൽ അറിയിക്കാൻ തുടങ്ങി. എൻ്റെ പിതാവ് ആക്ച്വലി ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരു 21 days ഞങ്ങളുടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രേയർ നടക്കുക. അപ്പൊ അവിടെ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്കിൾ അറിഞ്ഞിട്ട് പോകാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ ആന്റിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ടൈപ്പ് ഷോർട്ടാണ്, രാവിലത്തെ ക്ലാസ് ഉച്ച കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ക്ലാസ്, ആ ക്ലാസ് കട്ട് ചെയ്തിട്ട് ആന്റി എന്നെയും കൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയി. ചർച്ചിൽ ആദ്യമായിട്ട് ഞാൻ കടന്നു പോവാ. ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുന്നത് കേട്ടിട്ടില്ല, കൈയടിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ല. ആദ്യമായിട്ടൊരു പെന്തക്കോസ്ത് പ്രാർത്ഥനയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന സാറാമാൻറ്റിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ അവിടെ വെച്ച് ഉപവാസ പ്രാർത്ഥന നടത്തുമ്പം അവർ ആ 21 days ആ ഭവനത്തിൽ നിന്ന് പോവില്ല, അവരവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എന്ന് വെച്ചാൽ ആത്മാവിൽ എരിവുള്ള ഒരു കൂട്ടം ദൈവജനങ്ങൾ ബോംബെയിൽ എനിക്കുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദേവദാസനും കുടുംബവും ഒത്തിരി ദേവദാസനും ഒത്തിരി ആന്റിമാർ, ജോയമ്മ ആന്റി, ജയനമ്മ ആന്റി, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഭയങ്കര ഇവരൊക്കെ ഭയങ്കര ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒത്തിരി സഹോദരിമാരുടെ കൂട്ടം, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന അനേക ദൈവമക്കളെ എനിക്ക് അവിടെ ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഭയപ്പെട്ടു പോയി. കാരണം ഞങ്ങൾ ഹിന്ദുക്കളായിട്ട് ഇരുന്ന സമയത്ത് വിചാരിച്ചിരുന്ന ഈ മുഴങ്കാലയിൽ ഇരുന്നിട്ട് ബലിയിടാൻ വേണ്ടി മരിച്ചു പോകുന്നവർക്ക് വേണ്ടി ബലിയിടാൻ, അല്ലാതെ മുട്ടയിലിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ചമ്മറം പടഞ്ഞിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ അടുത്ത്. പക്ഷെ ഇത് എല്ലാവരും കണ്ടപ്പോൾ ആകെ ഞാൻ ആദ്യം അപ്സെറ്റ് ആയി പോയി. എനിക്ക് ആദ്യത്തെ ദിവസം ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ, കാരണം ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് പ്രാർത്ഥന ഇങ്ങനെ രാവിലെ തൊട്ട് ഭയങ്കരമായിട്ട് പാട്ടും കയ്യടിയും ആരാധനയും ഇതെല്ലാം കണ്ടപ്പോഴത്തേനും ഞാൻ ആകെ ഭയപ്പെട്ടു പോയി. പക്ഷേ പിന്നീട് ഞാൻ അന്ന് ആന്റിയോട് ചോദിച്ചു, ഇവരെല്ലാം എന്തുവാണ് ഇങ്ങനെ ഈ വേറെ ശബ്ദത്തിൽ സംസാരിക്കുന്ന, ഈ ശബ്ദങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഇങ്ങനെയാണോ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്? സമാധാനത്തോടെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കൂലേ? ഇങ്ങനെ ഒച്ചത്തിൽ ബഹളം വെക്കണോ? ഇങ്ങനെ ഒച്ചത്തിൽ ആരാധിക്കണം? ഇത് ആരാധിക്കാന്നറിയത്തില്ല, ഇങ്ങനെ വേറെ ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുന്ന. അന്ന് കർത്താവിന്റെ ദാസൻ പിറ്റേ ദിവസം എനിക്ക് ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കുവാനിടയായിത്തീരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചു, കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച്
ദൈവത്തെക്കുറിച്ചും നിത്യരക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന ദൈവത്തെക്കുറിച്ചും പഠിക്കാനിടയിൽ അന്ന് ഞാൻ തീരുമാനിച്ച് അങ്ങനെ ഒരു ദൈവമുണ്ട്, അന്യഭാഷയിൽ ആരാധിക്കത്തക്കവണ്ണം അഭിഷേകത്തിന്റെ ശക്തി പകർന്ന് വഴി നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് രോഗമൊന്നുമില്ല, രോഗസൗഖ്യം വന്നിട്ടും മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആയിട്ട് ഞാൻ പോകുന്നു. ഓക്കെ, എല്ലാ കുടുംബത്തിലും ഉള്ള പോലെ അപ്പന്റെ ദേഷ്യമോ അല്ലെങ്കിൽ മദ്യപാനോ സാധാരണ കുടുംബങ്ങളിലെല്ലാം നടക്കുന്നതാണ്. അപ്പൊ അതിനേക്കാൾ ഉപരിയായിട്ട് അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, നീ ദൈവമാണെങ്കിൽ എന്നെ ഈ അഭിഷേകത്തിന്റെ ശക്തിയിൽ നിറയ്ക്ക്, എന്നാൽ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ അത് വിശ്വസിക്കാൻ തക്കോണം ദൈവത്തിന്റെ ഒരു ശക്തി നമ്മളെ മേൽ കടന്നു വരണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ യേശുക്രിസ്തു കർത്താവെന്ന് ഒരുത്തിനും ഏറ്റു പറയാൻ കഴിയില്ല. പിറ്റേ ദിവസം ആയി, അതിന്റെ പിറ്റേന്ന് മൂന്നാമത്തെ നാലാമത്തെ ദിവസം ആയപ്പോഴത്തേനും ഞാൻ മുഴങ്കാലയിൽ ഇരുന്ന് സ്തോത്രം പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് 11:30 മണി 12 മണി ആകുമ്പോഴത്തേനും എൻ്റെ ക്ലാസ്സിന് കടന്നു പോകും. അന്നത്തെ ആരാധന, അന്ന് അഭിഷേകത്തിന്റെ അത്യന്ത ശക്തിയാൽ ദൈവം എന്നെ നിറച്ചു. അന്യഭാഷയിൽ ഞാൻ ദൈവത്തെ ആരാധിച്ചു. ഞാൻ തിരിച്ച് ആലലിയ വൈകുന്നേരം 2:30 മണി കഴിയുന്നിട വരെ ആരാധന നിന്നില്ല. അന്ന് ആ ചർച്ചിനകത്ത് നടന്നത്. അന്ന് അവിടുത്തെ ആന്റിമാരെല്ലാം പറഞ്ഞു, അവിടെ ഒത്തിരി പേര് ഇരിപ്പുണ്ട് അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയിട്ട്, ആലലിയ ആരാധിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്ന് അവരെയൊക്കെ നിറയ്ക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി എൻ്റെ മേൽ കടന്നു വന്ന അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാനും വെളിപ്പാടും ദർശനത്തോടും കൂടെ ദൈവം അന്നെ നിറച്ചു. അത് ഭയങ്കര ഒരു വിടുതലായിരുന്നു. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുത്തു, ജീവിക്കണമെങ്കിൽ കർത്താവ്, മരിക്കണമെങ്കിൽ കർത്താവിനായിട്ട്, ഈ കർത്താവിന്റെ നാമത്തിൽ നിലനിൽക്കണം. ആ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവത്തെ ആരാധിക്കണമെന്ന്. അങ്ങനെ ഒരു വലിയ ചേഞ്ച് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടാകുവാൻ തക്കോടെ ദൈവം ഇടയാക്കി തീർത്തു. അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ദൈവം വിശ്വസ്തനായിരുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം നടത്തി. പ്രയാസങ്ങളില്ലായിരുന്നെന്നല്ല, ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് കടന്നു വരുമ്പം പത്രോസ് പറഞ്ഞതുപോലെ വിശ്വസ്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതിൽ മാത്രമേ ദൈവത്തിന് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. വളരെ പ്രയാസം, നമ്മൾ സ്നാനപ്പെടണമെന്ന് ആന്റിയോട് പറഞ്ഞപ്പോൾ ആന്റി പറഞ്ഞു, ഇത്ര പെട്ടെന്ന് സ്നാനം എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ട് അതെങ്ങനെയാ ശരിയാവുന്നത്? നിന്റെ അപ്പൻ അറിഞ്ഞാൽ ആദ്യം നിന്നെ വെട്ടും, പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങളെയും വെട്ടും. ഇത് ഇവിടെ പ്രശ്നം ഗുരുതരമാവും. ഇതിപ്പോ പെട്ടെന്നൊരു സ്നാനമൊക്കെ നടത്താന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഞങ്ങൾ പാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ കർത്താവിന്റെ ദാസൻ രാജു പാസ്റ്ററിന് പറഞ്ഞത്, അദ്ദേഹം ഇന്ന് നിത്യതയിൽ ഭൂമിയിലില്ല, ആന്റി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആന്റിനെ പോയി കാണുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്നാൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഒരാൾ സ്നാനപ്പെടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പം അവർക്ക് ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അവർക്ക് സ്നാനപ്പെടാൻ ഒരു പക്ഷേ വഴി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സ്നാനപ്പെടുത്താൻ. അങ്ങനെ ഞാനും ജോയമ്മ ആന്റിയുടെ സിസ്റ്റർ, കൊച്ചുമോൾ സിസ്റ്റർ ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾ രണ്ടുപേരുടെ പൊവായിലേക്കിലെ കുവൈറ്റിൽ വെച്ച്, ബോംബെയിൽ വെച്ച് സ്നാനപ്പെടുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സ്നാനം നടന്നു. അതിനുശേഷം പറയാതെ കൊണ്ട് പോകാൻ, ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ ചാൻസ് ഇല്ല. അപ്പൊ ഈ അങ്കിള് വീട്ടിലുള്ള ദിവസം ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാനെ കൊണ്ട് വഴിയില്ല, നിങ്ങൾക്കറിയാമോ, അങ്കിള് വിടില്ല. അപ്പൊ അത് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് വേണ്ടി വലിയൊരു വാതിൽ തുറന്നു. IPC ചർച്ചിൽ ആരാധിക്കുന്ന 2-3 സിസ്റ്റേഴ്സ് അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അവരുടെ കൂടെ എന്നെ, അവൾക്ക് എന്തായാലും അങ്ങനെ എനിക്ക് ജോലി ആ സമയത്തേക്ക് അപ്പോഴേക്ക് പഠിച്ചു, എനിക്കൊരു ചെറിയ ജോലിയായി. അപ്പം ആന്റി പറഞ്ഞ ചർച്ചിലുള്ളവർ എല്ലാവരും കൂടെ പ്രാർത്ഥനയോടെ അങ്കിളിനോട് ചോദിച്ച് അങ്ങനെ ഞാൻ എന്നെ അവിടുന്ന് മാറ്റി IPCയിലെ ചർച്ചിലുള്ള 2-3 ആലീസ്, റീന, കുഞ്ഞുമോൾ, അവരുടെ കൂടെ എന്നെ മാറ്റി താമസിക്കാൻ. ഞാൻ ഒന്നാമത് എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ ബോംബെയിലേക്ക് കടന്നു പോകുന്നത്, ഞങ്ങളുടെ വീട്ടിൽ. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എന്നാലും അവരുടെ കൂടെ കടന്നുപോയി ഞാൻ IPCയിലും ഷാരനിലും 2 ചർച്ചിലും ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് ഞാൻ അവിടെ പോകും. ബാക്കിയുള്ള ഇടദിവസങ്ങളിലുള്ള എൻ്റെ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ IPC ചർച്ചിലും പോകും. അന്ന് സണ്ണി പാസ്റ്ററാണോടുള്ള അവരെല്ലാം ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു, സ്പിരിച്വലി വളർന്നു വരുവാൻ തക്കോണം അവർ സഹായിച്ചു. അങ്ങനെ വിശ്വാസത്തിൽ മുന്നോട്ട് വന്ന് വീട്ടിൽ ഞാൻ എൻ്റെ സഹോദരിമാരെ, അമ്മയെ, എല്ലാവർക്കും ഞാൻ എഴുത്തെഴുതുമ്പോഴെല്ലാം പറയും, നമ്മൾ സേവിക്കുന്നതൊക്കെ തെറ്റാണ്, ഇതൊന്നും ശരിയില്ല. ദൈവം, ഈ ജീവനുള്ള ദൈവത്തെ നിങ്ങളും കണ്ടെത്തണം. ഈ സങ്കീർത്തനത്തിന്റെ ഓരോ ഭാഗം ഞാൻ എടുത്ത് കത്തിനകത്ത് വെച്ച് വർക്കയക്കും. ഇല്ലെങ്കിൽ എഴുത്തെഴുതുമ്പോൾ, അന്ന് നമുക്ക് ഫോണൊക്കെ ഇപ്പോഴല്ലേ ഉള്ളത്, എല്ലാം അതിൻ്റെ അറ്റം വരെ ഞാൻ ദൈവത്തെക്കുറിച്ച് പറയും. അങ്ങനെ അന്ന് മുതൽ ദൈവത്തെ അവരോട് സാക്ഷീകരിക്കും. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് വിട്ടുപോയി, പ്രശ്നം ഇത് ഗുരുതരമാവും, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അമ്മയും സഹോദരിമാരെല്ലാം അവരവരുടേതായ രീതിയിൽ നേർച്ചാ കാഴ്ചകൾ, പൂജകളെല്ലാം അവരുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്യുന്നു. വിശ്വാസത്തിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരാൻ പിതാവ് സൗദിയിൽ നിന്ന് തിരിച്ചു വന്ന് അറിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ബോംബെയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. വാസ്തവമായി പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ദൈവം, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ പിതാവ് നിന്റെ കൂടെ ഇവിടെ ബോംബെയിൽ ആരാധിക്കും.
എന്നാൽ വലിയവനായ ദൈവം, എൻ്റെ പിതാവ് ബോംബെയിലോട്ട് സൗദിയിൽ നിന്ന് പുള്ളി ജോലി റിസൈൻ ചെയ്ത് കടന്നു വന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ചോദിച്ചു. ഒരു കാര്യം ഞാൻ അച്ചാച്ചനോട് ചോദിക്കുക, അനേക പിള്ളേര് ഒക്കെ മറ്റുള്ളവരെ സ്നേഹിച്ച് ഭവനം വിട്ട് ഓടിപ്പോകുന്നു. ഞാനൊരു ദൈവത്തെ സേവിക്കുന്നതല്ലേ ഉള്ളൂ, എന്നെ ഇങ്ങനെ നിർബന്ധമായിട്ട് പിടിച്ചു കൊണ്ടുപോകാനെ കൊണ്ട് ഞാനിവിടെ നിന്ന് ജോലി ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ പുള്ളി അന്ന് ഒന്നും മിണ്ടിയില്ല. പക്ഷെ ആ അദ്ദേഹത്തിന്റെ വായ് ദൈവം അടച്ചു, അവിടുന്ന് തിരിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു. വിവാഹത്തിന്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഒരിക്കൽ പോലും ഹിന്ദുക്കള് വേറൊരു വിവാഹത്തിന് അവർ സമ്മതിക്കില്ല. എൻ്റെ വീട്ടില് അങ്ങനെ സമ്മതിക്കാൻ ഒരു ചാൻസും ഇല്ല. അപ്പൊ വിവാഹാലോചന, എൻ്റെ അനിയത്തിമാർ രണ്ടുപേരുണ്ട്. ഞാനൊരു വിവാഹം വിശ്വാസത്തെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബം എന്തായിത്തീരും, നാട്ടിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നാൽ ദൈവം ആദ്യം എൻ്റെ സഹോദരിയുടെ വിവാഹം, ദീപയുടെ വിവാഹം നടത്തുവാൻ ഇടയായിത്തീരുന്നു. അതിനു മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് ഓരോ സ്റ്റെപ്പും ദൈവം എന്നോട് ആലോചന പറഞ്ഞു. എന്നോട് പറഞ്ഞു, 98 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, 2000 നിന്റെ വിവാഹം നടക്കും, നീ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെ അല്ല, നിന്നെ കുടുംബമായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാ. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിന്റെ വിവാഹം. ഡേറ്റ് 12 ആയിരിക്കും. ഒരു ദേവദാസനെ അയച്ചു ദൈവം എന്നോട് പറഞ്ഞു, നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ ദൈവം കൂട്ടി യോജിപ്പിക്കും, അതിനു വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കണം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, വാസ്തവമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം ജൂലൈ 13 എൻ്റെ സഹോദരിയുടെ വിവാഹം നടന്ന് സെപ്റ്റംബർ 26 ഇവിടെ നിന്ന് എൻ്റെ ഭർത്താവ് വിശ്വാസത്തിലേക്ക് വന്നതും, അതും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ്. അദ്ദേഹം ഇവിടെ വന്ന് ദൈവവചനം കേട്ടു, സ്നാനപ്പെട്ടു, വേർപെട്ട് ഇവിടെ ഒരു സഭയിലെ IPC ചർച്ചിൽ ഇവിടെ ആരാധിക്കുമായിരുന്നു. ഇവിടെ ഒരു കൂട്ടായ്മയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കൂട്ടുകാരെ കളിയാക്കാൻ വേണ്ടി പോയി. അദ്ദേഹത്തെ ദൈവം അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം കൃപ ചെയ്തു. എന്നിട്ട് വിവാഹത്തിന്റെ കാര്യമായപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ നിന്നുള്ള ഒരു അബ്രഹാം എന്ന് പറഞ്ഞൊരു ബ്രദർ കുവൈറ്റിലേക്ക് കടന്നു വന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഇവരുടെ കാര്യം ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ബോംബെയിലുള്ള ഞങ്ങളുടെ ചർച്ചിലെ അപ്പോഴത്തേന് രാജു പാസ്റ്റർ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയി. അച്ചൻകുഞ്ഞു പാസ്റ്റർ ഇരിക്കുന്ന സമയത്തായിരുന്നു കടന്ന് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ ഉണ്ടെന്ന് പറഞ്ഞ എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട്. ഇവര് സെപ്റ്റംബർ മാസം 27 വന്ന് അടുത്ത ദിവസം കാണുക. എൻ്റെ പിതാവിനെ ഞങ്ങൾ വിളിച്ചു വരുത്തി നാട്ടിൽ നിന്ന്. കാരണം അപ്പനില്ലാതെ കൊണ്ടൊന്നും നടക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ എൻ്റെ അങ്കിൾ അങ്കിളിന്റെ മക്കളെല്ലാവരും സ്നാനപ്പെട്ട് വേർപെട്ട് ആരാധിക്കാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ ദൈവം കൃപ ചെയ്തിട്ട് എൻ്റെ അങ്കിൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് സ്നാനപ്പെടാമെന്ന് പറയുമ്പോഴാണ് ഞാൻ അങ്കിളിനോട് പറയുന്നത്, അങ്കിളെ ഞാൻ ഓൾറെഡി സ്നാനപ്പെട്ട് കഴിഞ്ഞു. അങ്കിള് പക്ഷെ അറിഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ മുഖത്ത് എന്നോട് എപ്പോഴും വന്ന് അങ്കിൾ പറയുന്നത്, നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരിക്കൽ പോലും നീ ആഭരണം ഊരിയതൊന്നും അങ്കിളിന് കാണാനേ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കണ്ണങ്ങനെ ദൈവം അടച്ചു, ദൈവം കൃപ ചെയ്തിട്ട്. എന്നാൽ ദൈവകൃപയാലെ എൻ്റെ സഹോദരിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ബോംബെയിൽ ഒരു ഫ്ലഡ് ഉണ്ടായി. അങ്ങനെ ട്രെയിനൊന്നുമില്ല. പോയി കഴിഞ്ഞാൽ ഇവര് അല്ലാതെ ഇവരുടെ ആഗ്രഹപ്രകാരം ഹിന്ദുക്കളിൽ ആരെങ്കിലും കൂടെ കല്യാണം കഴിപ്പിച്ചോളൂന്ന് ഉടപ്പുണ്ട്. ഞങ്ങൾ ഉപവാസത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് ദൂത് പറഞ്ഞതാ, സഹോദരി അവൾക്ക് തലമുറകളുടെ ഇല്ലാതെ വരും, അവൾ ഭാരപ്പെടും, കടഭാരങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് അവൾ നിന്റെ അടുക്കൽ വരും, അവൾ ദൈവത്തെ കാണും, അങ്ങനെ അവൾ ദൈവത്തെ അറിയുവാൻ ഇടയായി തീരുമെന്ന്. എന്നാലേ ദൈവം കൃപ ചെയ്ത് അവളെ അങ്ങനെയാണ് ദൈവം കൊണ്ടുവന്നത്. അത് വലിയൊരു, അവളുടെ ഒരു സാക്ഷ്യം ഉണ്ട് വലുത്. അതും ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുക. എന്നാലേ ദൈവം കൃപ ചെയ്ത് എൻ്റെ പിതാവ് വന്നു, ഞാൻ കണ്ടു. പിറ്റേ ദിവസം ചർച്ചിൽ വെച്ച് ഒരു എൻഗേജ്മെന്റ് പോലെ ഒക്ടോബർ 11 ഡേറ്റ് വരെ നിശ്ചയിച്ചു. ഇവിടുത്തെ ചർച്ചിലെ കുവൈറ്റിലുള്ള പാസ്റ്ററും കുടുംബവും മറ്റുള്ള ഇവരും കൂടെ വന്നിട്ട്, എൻ്റെ ഹസ്ബൻഡും കൂടെ വന്നു. എന്നാൽ അവരുടെ വീട്ടിലെ ആരും വിശ്വാസത്തിൽ, ഇപ്പോഴും ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. 2 ജ്യേഷ്ഠന്മാരുണ്ട്, 2 പെങ്ങന്മാരുണ്ട്, ഒരു അനിയനുണ്ട്, അമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി. അവരാരും ഇതുവരെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടം സഹിച്ച് നിലനിൽക്കുവാൻ അദ്ദേഹത്തെ ദൈവം സഹായിച്ചു. ഇവര് കുവൈറ്റിലുള്ള ചർച്ചിലുള്ള വിശ്വാസികളായ സഹോദരന്മാർ ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ കടന്നു വരാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവർക്ക് വേണ്ടി 11 എന്നുള്ള ഡേറ്റ് മാറ്റി 12 ആക്കി. അപ്പൊ ഞാൻ എൻ്റെ ആന്റിയോട് പറഞ്ഞു, ദൈവം പറയുന്നത് എപ്പോഴും അതാ കറക്റ്റ് കാര്യമേ പറയത്തുള്ളൂ, അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമില്ല. ഒക്ടോബറോ നവംബറോ ഡിസംബറോ 3 മാസം നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഡേറ്റ് 12 എന്ന് പറഞ്ഞു. ഒക്ടോബർ 12, 2000 എൻ്റെ വിവാഹം നടക്കാനിടയായി തീർന്നു. മോനച്ചൻ പാസ്റ്ററിന്റെ കുമ്പനാട് IPC ചർച്ച് പെനിയൽ IPCയിൽ വെച്ചാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അവിടെ ഞങ്ങളുടെ വിവാഹത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൈവദാസന്മാരായിരുന്നു. ഞങ്ങളുടെ കുടുംബക്കാരും അറിഞ്ഞിട്ടില്ല. എൻ്റെ അപ്പൻ ഓൾറെഡി നാട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ബോംബെ വെച്ച് അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. ബന്ധുക്കളായിട്ടുള്ളത് എൻ്റെ ആന്റിയും കുടുംബവും, എൻ്റെ അമ്മയും അച്ഛനും, എൻ്റെ സഹോദരന്മാരും, എൻ്റെ അമ്മയുടെ അനിയത്തി ഒരു കുടുംബം, അല്ലാതെ വേറെ ആരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നില്ല. ബാക്കിയെല്ലാം ആ ചർച്ചിലുള്ള മോനച്ചൻ പാസ്റ്റർ സഭയിലുള്ള ആൾക്കാരും അനവധി ദൈവദാസന്മാരുടെ സാന്നിധ്യത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട വിവാഹം എന്ന ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ദൈവം നടത്തുവാനിടയായി തീർന്നു. അതിനുശേഷം ദൈവം ഞങ്ങൾക്ക് 3 മക്കളെ തന്നു. കേസിയ മോളിപ്പം, ഞാൻ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മോളിപ്പം MBBS ജോർജിയയിലാണ് അവള് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് അവള് ഇപ്പം കോഴഞ്ചേരിയിൽ അവിടെ അവള് വർക്ക് ചെയ്യുന്നു.
ദൈവകൃപയാൽ അതിൽ FMG എഴുതി പാസ്സായി. അതിനുശേഷം അവൾ രജിസ്റ്റർ ചെയ്തു. കൃപയാൽ ദൈവത്തിന്റെ സ്നേഹത്തിലെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കാൻ ജോർജിയയില് കടന്നുപോയത്, അതും ദൈവവാഗ്ദത്ത പ്രകാരം അവളെ അവിടേക്ക് അയക്കുവാൻ ദൈവം കൃപ. ആത്മീയമായിട്ട് വലിയൊരു കൂട്ടായ്മ. ഡോക്ടർ ലിനിയും പാസ്റ്റർ ആന്റണിയോടുള്ള അനേക കുഞ്ഞുങ്ങൾ അവര് മിഷണറി പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട് ഹാലലി ക്യാമ്പസുകളിലും മറ്റുള്ളവരും സുവിശേഷം പറഞ്ഞ് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവം അവളെയും ഇത്രത്തോളം അനുഗ്രഹിച്ച്. രണ്ടാമത്തെ മോളെ ഞങ്ങൾക്ക് ലിതിയായ ദൈവം തന്നു. ലിതിയ +2 പഠിച്ച് ഇപ്പൊ എക്സാം എഴുതിയിട്ട് നാട്ടിൽ എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. മൂന്നാമത്തെ മോൻ ജെറമയ, അവൻ 10ാം ക്ലാസ് ഇപ്പൊ പാസ്സായി. ദൈവകൃപയാൽ നല്ല മാർക്കോടെ പാസ്സാവാൻ കൃപ ചെയ്തു. 11ാം ക്ലാസ് തുടങ്ങി. ഇപ്പം യുദ്ധത്തിന്റെ പ്രശ്നമായതുകൊണ്ട് കുറച്ച് നാളുകൊണ്ട് ഓൺലൈൻ ആയിരുന്നു. സൺഡേ മുതൽ അവൾ സ്കൂള് അവർക്ക് റിയലായിട്ട് ഓപ്പൺ ചെയ്യാൻ ദൈവം സഹായിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ദൈവകൃപയാൽ ദൈവം ഞങ്ങളെ നടത്തി ഇത്രത്തോളം. ഞങ്ങളുടെ കുടുംബത്തിലെ അനേകരെ ദൈവം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം. ഞാൻ ആദ്യം 40 ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് കൺസീവായി കഴിഞ്ഞപ്പോൾ എൻ്റെ ശാരീരിക അവസ്ഥ വളരെ മോശമായിരുന്നു. എനിക്ക് ഛർദിലും പ്രശ്നമൊക്കെ ആയിട്ട് ബോംബെയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഹസ്ബൻഡ് കുവൈറ്റിലേക്ക് പോരുകയും ചെയ്തു. എന്നാൽ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ലായിരുന്നു വിവാഹം നടക്കുന്നത്. ആദ്യം അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വിവാഹം നടക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വീട് കണ്ണൂരാണ്, കാനായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പയ്യന്നൂര്. അവിടെ നിന്ന് ഒറ്റയ്ക്ക്, അതായത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്, പക്ഷെ ക്രിസ്തുവിനെ കൂടാതെ ആയിപ്പോയി. ആ ഒരു വിഷമേ ഉള്ള ആ കുടുംബത്തില്. അനുഗ്രഹിക്കപ്പെട്ട ജ്യേഷ്ഠന്മാരാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും അവരെല്ലാം സാമ്പത്തികമായിട്ടോ അവർക്ക് ഒന്നിനും കുറവില്ലാത്ത ആ ദേശത്തെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. എന്നാൽ അവരെല്ലാം പറയുന്നത് അതുകൊണ്ട് എന്താണെന്നറിയാം, ഇവനെന്തോ മാനസിക വിഭ്രാന്തി ഉണ്ട്, അതുകൊണ്ടാണ് ഈ പുസ്തകം എടുത്തതുകൊണ്ട് അവർ ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ ആക്കി എന്നുള്ളതാ പറയുന്നത്. ഒരിക്കൽ പോലും ബൈബിൾ വിശ്വസിക്കാൻ, ഈ ബൈബിൾ കാണുമ്പോഴേ ഹസ്ബൻഡിന്റെ അമ്മ പറയും, അയ്യോ ഇത് എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് മനുഷ്യന് ഭ്രാന്താവും, ഈ പുസ്തകം ഈ വീട്ടിൽ നിന്ന് മാറ്റണം. അങ്ങനെയുള്ള ഒരു ആൾക്കാരാണ്. ഞാൻ 6 വർഷം കഴിഞ്ഞിട്ടാണ്, 7ാമത്തെ വർഷമാണ് വിവാഹം കഴിഞ്ഞിട്ട്. ഞാൻ രണ്ടാമത്തെ എൻ്റെ ലിതിയമോള് കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്താണ് ഭർത്താവിന്റെ ഭവനത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു പോകുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് എഴുത്തെഴുതിയാണ് ഭവനത്തിൽ അപ്പനെ അമ്മയും സഹോദരന്മാരെ അയക്കുന്നത്, ഞാനിങ്ങനെ വിവാഹം കഴിച്ചു എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നീട് വരുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിലെല്ലാം പിടിച്ചു നിൽക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ഇന്ന് മാനുഷികമായി നോക്കുമ്പോൾ അവരുമായിട്ട് ഞങ്ങളുമായിട്ട് ഒരു പ്രശ്നമില്ല, സ്നേഹത്തിലാ, എല്ലാവരും സ്നേഹത്തിലാ. ക്രിസ്തു അവരുടെ ഉള്ളിൽ ഇല്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ എനിക്ക് അവരുമായിട്ടുള്ളൂ. അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് സ്വർഗരാജ്യത്തിൽ എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ ഈ പ്രഗ്നൻസി സമയത്ത് 6 മാസം കഴിഞ്ഞപ്പോൾ ഡെലിവറി എടുക്കണം ബോംബെയിൽ. എൻ്റെ ആൻറ്റിക്ക് അതിനെക്കുറിച്ച് പറ്റില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പിതാവിനോട് ചോദിച്ചു, ദീനെ നാട്ടിലോട്ട് വിട്ടൂടെ എന്നങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് നിൽക്കാൻ ഇടയായി തീർന്നു. നിങ്ങൾക്കറിയാമോ, എൻ്റെ പിതാവ് മദ്യപിക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഞാൻ ഒത്തിരി കഷ്ടത്തിൽ കൂടെ ആ സമയത്ത് കടന്നുപോയി. എന്നാൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവരാജ്യം കടന്നു വരുവാൻ തക്കണം. ദൈവം, ഞങ്ങള് പ്രാർത്ഥനയ്ക്കൊന്നും പോകാനും സമ്മതം ഇല്ലാതെ, ഞാൻ ബോംബെയിലായിരിക്കുമ്പോൾ പോകാനും, പക്ഷെ അടുത്ത് പ്രാർത്ഥന ഉണ്ടോന്ന് അറിയത്തില്ല. തുമ്പോണ ആന്റിയുടെ വീട്ടില് അവധിക്ക് വരുമ്പോഴും പോയിട്ടേ ഉള്ളൂ. അല്ലാതെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാന്ന് പറഞ്ഞാൽ നടക്കില്ല, സമ്മതിക്കുകയില്ല. കാരണം നാട്ടുകാർ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പം പറഞ്ഞ നാട്ടിലെല്ലാവർക്കും വിചാരിച്ചിരിക്കുന്നത് ഇവിടെ എവിടെയോ ബോംബെ പഠിക്കാനെന്നും പറഞ്ഞു പോയി, ഏതോ ക്രിസ്ത്യാനിയുടെ കൂടെ ഒളിച്ചോടി പോയി, ഇപ്പം വയറും വീർപ്പിച്ചിട്ട് വന്നിക്കുക. അങ്ങനെ പലരിൽ നിന്ന് ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടു. പക്ഷെ എൻ്റെ വിവാഹം നാട്ടിലാണ് നടന്നതെന്നും ചർച്ചിലാണ് നടന്നതെന്നും എൻ്റെ പേരൻസിന്റെ മുമ്പിലാണ് നടന്നതെന്നും ഇവർക്കും പറയാൻ മടി. ഞാനൊട്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടെ എല്ലാം അത് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, മാതാവും പിതാവും സഹോദരങ്ങളും വിശ്വാസത്തിലേക്ക്, കർത്താവ് പൗലോസ് പറഞ്ഞ് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതുമാകുന്നു എന്ന് ശിഷ്യന്മാരെ പറഞ്ഞുറപ്പിച്ചു അപ്പോസ്തലനായ പൗലോസ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നടത്താനും അല്ലെങ്കിൽ നമ്മളെ അനേകരെ ബലപ്പെടുത്താനും വേണ്ടിയിട്ട് ദൈവം അത് ഉപയോഗിക്കും. എൻ്റെ സഹോദരി എന്താ പറയാ, അവളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ആയിട്ട് അവളുടെ സാക്ഷ്യം സിസ്റ്റർ വേണമെങ്കിൽ അവളെ കൊണ്ടുവന്ന് കേൾപ്പിക്കാം. അവളെ ദൈവം കൊണ്ടുവന്ന് എങ്ങനെ, അവളോട് ഞാൻ സുവിശേഷം, അവള് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനമിരിക്കുമ്പം എൻ്റെ മോള് ജനിച്ചു കുറച്ച് ദിവസമായിരുന്നു. അപ്പൊ ആ കുഞ്ഞിനെ ഒന്ന് കണ്ടേച്ചു പോകാമെന്ന് വിചാരിച്ച് അവൾ എൻ്റെ വീട്ടിൽ കടന്നു വന്നു. എന്നാൽ അന്ന് രാത്രികാലം ഞാൻ അവളോട് കർത്താവിനെ കുറിച്ചുള്ള യഥാർത്ഥ സുവിശേഷം പറഞ്ഞു. അവൾ രക്ഷിക്കപ്പെട്ട ആ മരണത്തിന്റെ ഭൂതം അവളിൽ നിന്ന് വിട്ടുപോയിട്ട് സ്വതന്ത്രയായിട്ട് അവളുടെ ഭർത്താവിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ അനിയൻ രവി എന്ന പേര്, അദ്ദേഹം കർത്താവിനെ വിശ്വസിക്കാനെ കൊണ്ട് വളരെ പ്രയാസം. ഞാൻ അവൾക്കൊരു ബൈബിൾ കൊടുത്ത് അദ്ദേഹം ആ
ബൈബിൾ എടുത്ത് കത്തിച്ചു കളഞ്ഞു. അദ്ദേഹം അവധിക്ക് അന്ന് സൗദി ജോലി ചെയ്യുന്ന സമയം, അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ഇത് കണ്ടു, അദ്ദേഹം ആ ബൈബിൾ കത്തിച്ചു കളഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു അവളെ കൊണ്ടുവരുമെന്ന്. അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ അവിടെ കടന്നു വന്നിട്ട് നൂറിനാട്ടുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലാണ് കടന്നു പോയത്. അവിടെ രാജൻ അബ്രഹാം എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസനുണ്ടായിരുന്നു. ഞാൻ അവിടെ കടന്നു ചെന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഇന്ന വീട്ടിലെയാണ്. അപ്പൊ ഈ പാസ്റ്ററിന്റെ പെങ്ങന്മാരൊക്കെ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് അവരെല്ലാം ഒരുമിച്ച് പഠിച്ചതൊക്കെയാണ്. അങ്ങനെ അവിടെ ഞാൻ പോയി സ്വയമായിട്ട് പരിചയപ്പെട്ട് ആ ചർച്ചിൽ ആരാധനയ്ക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, ആ ദാസൻ കയറി ഇറങ്ങി, എൻ്റെ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവ് സ്നാനപ്പെട്ടു. അതിനുശേഷം എൻ്റെ സഹോദരിയെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നു എന്നറിഞ്ഞ് അവരുടെ കുടുംബക്കാരെല്ലാം പ്രശ്നമാക്കി ഇവളെ ഉപേക്ഷിച്ച് കളയണമെന്ന് വരെയുള്ള ഒരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിച്ചെന്നാലേ ലുക്കുമി എന്ന ക്യാൻസറിന്റെ 4th സ്റ്റേജിലേക്ക് അനിയൻ കടന്നു വരുവാനിടയായി തീർന്നു. RCC നിന്നും ഈ മെഡിക്കൽ സയൻസ് തള്ളിയ സമയത്ത് അദ്ദേഹത്തെ സൗഖ്യമാക്കി. അദ്ദേഹം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് 1 വർഷം മുമ്പ് ഈ കുവൈറ്റിൽ വെച്ച് ദൈവത്തിന്റെ ആലോചന ദൈവം എന്നോട് സംസാരിച്ച്, അടുത്ത വർഷം ഈ സമയത്ത് നിന്റെ സഹോദരൻ നിന്നോടുകൂടെ ദൈവത്തെ, സഹോദരിയും കുടുംബം ആരാധിക്കുമെന്ന്. എന്നാൽ അന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. എന്നാൽ വിശ്വസ്തനായ ദൈവം, വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടി. അദ്ദേഹത്തിനെ ദൈവം സൗഖ്യമാക്കി. അങ്ങനെ അവർ കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു വലിയ അത്ഭുതം. എൻ്റെ മാതാവിന് വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷം ബ്രെയിനിനകത്ത് ട്യൂമർ ഉണ്ടായിരുന്നു. അങ്ങനെ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഇന്നും 72 വയസ്സ് കഴിഞ്ഞ് ആരോഗ്യത്തോടെ ദൈവത്തെ സ്തുതിച്ച് ഇന്ന് നാട്ടിൽ ജീവിക്കണം, ദൈവം കൃപ ചെയ്തിട്ട്. എൻ്റെ പിതാവ് 2007 വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ അദ്ദേഹം ഈ മദ്യപാനം, പുകവലിയൊക്കെ കൊണ്ട് ലങ്സിന് പ്രശ്നം ഉണ്ടായിരുന്നു, ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു. 10 വർഷം 2017 വരെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന് മരണസമയത്ത് ഞങ്ങളുടെ ചർച്ചിലുള്ള പാസ്റ്ററിന്റെ ഭാര്യയ്ക്ക് ദർശനം കൊടുത്ത് കടന്നു പോകണം, രവിചേട്ടന് എന്തോ പ്രശ്നമുണ്ട് അവിടെ. അങ്ങനെ ചെന്ന് കർത്തദാസന് മടിയിൽ തല വെച്ചിട്ടാണ് എൻ്റെ പിതാവ് മരിക്കാനിടയായി തീർന്നത്. നോക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ, രോഗമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, മറ്റേത് കാര്യമായിട്ടെ എല്ലാത്തിലും ദൈവം നമ്മളോട് കൂടെയുണ്ട്. അവിടെ ഒന്നും ജാതികളുടെ മധ്യേ ലക്ഷിച്ചു പോകാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചില്ല. കുടുംബമായിട്ട് ദൈവം വിളിച്ചു ചേർത്ത്. കൊച്ചനിയത്തിയുടെ 2 മക്കള് ദൈവകൃപയാൽ സ്നാനപ്പെട്ടു ദൈവത്തെ ആരാധിക്കുന്നു. അവളുടെ ഭർത്താവും, ദിവ്യ എന്ന അവളുടെ പേര്, അവർ കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നില്ല. കാരണം പുള്ളിക്കാരിക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന് സ്നാനപ്പെട്ട് വേർപെട്ടാരേക്കാൻ ദൈവജനം കേട്ടതാണ്, അവർക്കറിയാൻ, ചർച്ചിൽ കടന്നു പോകാറുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ആ കുടുംബത്തിനുള്ളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള വിശ്വാസത്താൽ മൂത്ത മോള് ലക്ഷ്മി റഷ്യയിലെ പഠിക്കുന്നു. അവള് MBBS പഠിക്കുകയാണ്. അവളും സ്നാനപ്പെട്ടതാണ്. കൊച്ചുമോള് ഇപ്പൊ എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അവളും ദൈവകൃപയാൽ സ്നാനപ്പെട്ട് ദൈവത്തിലായിരിക്കുന്നു. ഇനി അമ്മയുടെ അനിയത്തിയുടെ ഒരു മോനും കുടുംബം ദൈവകൃപയാൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അനേകരെ ദൈവം കുടുംബത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തൻ. വഴിയിൽ നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവ ദൈവം. ഞങ്ങൾ കുടുംബമായിട്ട് ഈ ദേശത്ത് നിലനിൽക്കുന്ന ഞങ്ങളുടെ ആത്മികവും ഭൗതികവും മാനസികവും ശാരീരികവും സകല ആവശ്യങ്ങളിൽ മേലും ദൈവം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് തരുന്ന ആയുസ്സും ദൈവം തരുന്ന കൃപയ്ക്കും അനുസരിച്ച് മറ്റുള്ളവരോട് സുവിശേഷം പറയാനും ദൈവവചനം പഠിപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു ചെറിയ കൂട്ടായ്മ ഇവിടെ ഉണ്ട്. അവിടെ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. ദൈവകൃപയാൽ ജോലിയോടുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിലും ദൈവം ഓരോ കാര്യങ്ങളും ദൈവം വിശ്വസ്തനായി വഴി നടത്തുന്നു. ദൈവം വിശ്വസ്തനാണ്. യേശുക്രിസ്തു മുഖാന്തരം നമ്മളോട് ഇന്ന് ദൈവം പറഞ്ഞ് തന്റെ പുത്രൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. ആ വിശ്വസ്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായി തീരണം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. ടാലന്റ് നമ്മളെ പ്രാർത്ഥിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാത്തിനും ഇടിവിൽ നിൽക്കാനും സുവിശേഷം പറയാനും പാട്ട് പാടാനും ഏത് കൃപാവരമായിക്കോട്ടെ ദൈവം നമുക്ക് തന്ന ടാലന്റ് അത് തക്ക സമയത്ത് വ്യാപാരം ചെയ്ത് നല്ലവളായ വിശ്വസ്തയായ ദാസിയെ, നീ അല്പത്തിൽ വിശ്വസ്തയായിരുന്നു, നീ എൻ്റെ ഹാലിലെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കർത്താവ് പറയുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കി ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വസ്തരായി തീരണം. നമ്മുടെ മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. സഭയ്ക്കകത്ത് നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ കുടുംബത്തിനകത്ത് വിശ്വസ്തരായിരിക്കണം. ജോലി സ്ഥലത്ത് വിശ്വസ്തരായിരിക്കണം. ഓരോ രാജ്യത്ത്, ഇന്നിപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും, ഞങ്ങളിവിടെ കുവൈറ്റിലും, ലോകത്തിന്റെ വിവിധ ഭാഗത്ത്
ഓരോ രാജ്യത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അവിടെ എല്ലാ നിയമങ്ങൾക്കും കീഴടങ്ങിയിരിക്കാനാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ സത്യവേദ പുസ്തകം നമ്മളെ അനുശാസിക്കുന്നത്. അതനുസരിച്ച് വിശ്വസ്തരായിട്ടിരിക്കുവാൻ തക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോസ്തലനായ പത്രോസ് ട്രയൽസ് കടന്നു വന്നപ്പോൾ പറഞ്ഞു, അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളെ പ്രബോധിപ്പിച്ച് ഞാൻ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലെ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങളുടെ കഷ്ടങ്ങളിലും നിങ്ങളുടെ പ്രയാസങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ പരകാര്യത്തിൽ ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ആയിട്ടല്ല നിങ്ങൾ കഷ്ടം സഹിച്ചിട്ട് ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് വാഗ്ദത്ത പ്രകാരം ജീവകിരീടം ദൈവം വെച്ചിരിക്കുന്നത്. അതുപോലെ വിശ്വസ്തരായിരിക്കാം. തിമോത്തിയോസിന്റെ കാര്യം പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്ന പോലെ ക്രിസ്തുവിൽ ഉള്ള എന്റെ വഴിയിൽ അവൻ നിങ്ങളെ ഓർപ്പിക്കുമെന്ന്. അപ്പൊ പൗലോസിന് പറയാൻ ഒരു തിമോത്തിയോസ് ഉണ്ട്, എന്റെ പ്രിയ മകനായ വിശ്വസ്തനായ ഒരു തിമോത്തിയോസ്. അതേപോലെ എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൽ തിഹിക്കോസിന്റെ കാര്യം പറഞ്ഞു. ആ തിഹിക്കോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് എഫേസിലേക്ക് അയക്കുമ്പം തിഹിക്കോസിന് പറഞ്ഞെന്തോ, പ്രിയ സഹോദരൻ കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകർ. നമ്മൾ ആത്മിക ശുശ്രൂഷയിൽ എന്തായിരിക്കണം? വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കൊലോസ് ലേഖനത്തിൽ പറയുന്നത് എന്തുവാ? അതായത് ഒനേസിമോസിനോട് കൂടെ ഹല്ലേലൂയ പറയുന്നത്, അവനെ ഞാൻ വിശ്വസ്തരായി നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു എന്ന്. അപ്പൊ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എവിടെയാണോ, ഏത് സാഹചര്യത്തിലാണോ എന്നുള്ളതല്ല, അവിടെ നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ. അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പറയുന്നത്, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവര് വിശ്വസ്തരായിരിക്കണം. ദൈവം വിശ്വസ്തരാണ്. അതായത് ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്ന് ഈ ദിവസങ്ങളിൽ നമ്മളുടെ ഇടപാടുകളിലെ, നമ്മളുടെ ആത്മീകമായിട്ടുള്ള കൂട്ടായ്മയിലെ, സഭയുമായിട്ടുള്ള ബന്ധത്തിലെ, ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആവർത്തന പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തിലെ പറയാണ്, ആകയാൽ നിങ്ങൾ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവമെന്ന് നീ അറിയണം. അവൻ നിന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദൈവവും പരിപാലിക്കുന്ന ഒരു ദൈവം. അതായത് മോശ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നതിന് ശേഷം ആവർത്തന പുസ്തകത്തിൽ അവരോട് പറയുക, 1000 തലമുറ വരെ ദയ കാണിക്കുന്ന, നിയമവും ദൈവവും പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവം. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു, നീ ഇറങ്ങി പുറപ്പെടുക എന്ന്. എന്നാൽ അബ്രഹാം വിശ്വസിച്ചു. ഇറങ്ങി പുറപ്പെട്ട് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള ദൈവത്തിന്റെ നിയമം അന്ന് അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ തലമുറ എന്ത് ചെയ്യും? ചില നാളുകൾ മിസ്രൈമിന്റെ അടിമത്തത്തിലേക്ക് ഒരു ജാതി അവരെ സേവിക്കും. എന്നാൽ അവരെ പുറപ്പെടുവിക്കാനുള്ള സമയത്ത് ദൈവം അവരെ പുറപ്പെടുവിക്കും. 430 വർഷത്തിന് ശേഷം മിസ്രൈമിന്റെ ദേവന്മാരെ 10 ദേവന്മാരെ ന്യായം വിധിച്ച് ഇസ്രായേൽ മക്കളെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ പെസഹയും ചോരത്തല്ലയും ആചരിച്ച് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഒരു ദൈവം. എന്നാൽ അവരെന്ത് ചെയ്തില്ല? ഇസ്രായേൽ മക്കൾ വിശ്വസ്തരായിരുന്നില്ല. അതുകൊണ്ട് പലരും മരുഭൂമിയിൽ പട്ടുപോകുവാൻ ഇടയായിത്തീർന്നു. ഈ ദിവസം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ വിളിച്ചു വേർതിരിച്ച ദൈവം നമ്മളെ എത്തിക്കാൻ വേണ്ടി, സ്വർഗീയ കനാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. നമ്മൾ മരുഭൂമിയിൽ പട്ടുപോകരുത്, വിശ്വാസത്യാഗം സംഭവിക്കരുത്. ഈ ദിവസങ്ങളിൽ അനേകര് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഈ കാലത്തിൽ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ആ ഇസ്രായേൽ മക്കളിലെ 1 കൊരിന്ത്യർ 10-ാം അധ്യായം അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഈ ദിവസങ്ങൾ ദൈവം പ്രസാദിക്കുന്ന വിശ്വസ്ത സാക്ഷികളായിട്ട് നമ്മളായി തീരുവാൻ തക്കണം. അപ്പോസ്തല പ്രവൃത്തിയിലെ 16-ാം അധ്യായത്തിലെ ലുദിയ പറയുന്നുണ്ട്. ലുദിയ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ വിശ്വസ്ത എന്ന്. അവള് പുഴവക്കത്തിരുന്ന് സുവിശേഷം കേട്ട ലുദിയ അപ്പോസ്തലനായ പൗലോസിനോട് പറയാ, നിങ്ങൾ എന്നെ വിശ്വസ്തനെന്ന് എണ്ണുന്നു എങ്കിൽ എന്റെ ഭവനത്തിലേക്ക് കടന്നു വരണമെന്ന്. അപ്പൊ നമ്മൾ വിശ്വസ്തരാണെന്ന് അതായത് അപ്പോസ്തലനായ പൗലോസ് പറയാ ലുദിയയുടെ കാര്യം. നമ്മൾ എങ്ങനെ ആയിരിക്കണം? ഒരു ലുദിയെ പോലെ ദൈവവചനത്തിന് വേണ്ടി ഹൃദയം തുറന്നത് മാത്രമല്ല, ഭവനം ദൈവദാസന്മാർക്ക് വേണ്ടിയിട്ട്, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് തുറന്നു കൊടുക്കുന്ന വിശ്വസ്തരായി തീരണം. അക്കില്ലാവും പ്രിസ്കില്ലയും അവർ കുടുംബമായിട്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി തല വെച്ചു കൊടുത്തവരാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടിയിട്ട്, ദൈവരാജ്യത്തിന് വേണ്ടി, പൗലോസിന് വേണ്ടിയിട്ടും തല വെച്ചു കൊടുക്കാൻ അവർ റെഡിയായി. അതേപോലെ നമ്മൾ പൗലോസിന്റെ ജീവിതം എടുത്താൽ, പത്രോസിന്റെ ജീവിതം എടുത്താൽ, അപ്പോസ്തലന്മാരുടെ ജീവിതം മുഴുവൻ എടുത്താൽ, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊള്ളുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്ന് നോക്കി ദൈവത്തിന്റെ വലഭാഗം. നമ്മൾക്ക് വേണ്ടി കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്റെ വിശ്വാസ ജീവിതത്തിൽ ഒന്നൊന്നായിട്ട് സാക്ഷ്യം പറയാൻ ഒരു സമയം നമുക്ക് പോരാ. നമ്മുടെ സമയം പ്രാർത്ഥന നിർത്താനുള്ള സമയത്തിലേക്ക് കടന്നു വന്ന് ഈ ദിവസങ്ങളിലെ വിശ്വസ്തനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സ്വർഗരാജ്യം നമുക്ക് അവകാശമായി തന്ന്, മഹാപുരോഹിതനായി നമുക്ക് വേണ്ടിയിട്ട് അവസാന തുള്ളി രക്തം വരെയും ദാനം തന്ന് നമ്മളെ വീണ്ടെടുത്തു. ഈ വീണ്ടെടുപ്പിന്റെ വില അറിഞ്ഞിട്ട് ഈ ദിവസങ്ങൾ അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനും ദൈവരാജ്യത്തിൽ വിശ്വസ്തരായി നിൽക്കുവാനും താലന്ത് തന്ന
തന്ന ദൈവം നീ അല്പത്തിൽ 2 ആയാലും 5 ആയാലും 1 കിട്ടിയിട്ട് കുഴിച്ചിടുമെന്നവനെ പോലെയല്ല, വിശ്വസ്തരായിട്ടിരുന്നുണ്ട്. നല്ലവളും വിശ്വസ്തവുമായ ദാസിയെ, നീ എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് എന്നോടും നിങ്ങളോടും ഒരുപോലെ പറയുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസിയോടും ഹല്ലേലൂയ നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സമയത്തിൽ നിന്നിരിക്കും. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കേൾപ്പിച്ച നല്ല സാക്ഷ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് എത്ര വിശ്വസ്തനാ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സിസ്റ്ററിനെ ഹല്ലേലൂയ അനുഗ്രഹത്തോടെ ഇതുവരെ നടത്തി. ഹല്ലേലൂയ. ആമേൻ. അനേക പ്രയാസങ്ങള്, കഷ്ടങ്ങള്, ശോധനകളൊക്കെയും തന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോഴും ആമേൻ വിളിച്ചു വേർതിരിച്ച ദൈവം ഹല്ലേലൂയ വിശ്വസ്തൻ എന്നെണ്ണി. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ സാരമില്ല എന്നെണ്ണി. ഹല്ലേലൂയ. അവരെ കുടുംബമായി ഇത്രത്തോളം ദൈവം മാനിച്ചു, അനുഗ്രഹിച്ചു. അതിലുപരിയായിട്ട് ഹല്ലേലൂയ പ്രിയ സിസ്റ്ററിലൂടെ അനേകരെ ആ കുടുംബത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ ആമേൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. ഇപ്പോഴും ആമേൻ ഹല്ലേലൂയ പ്രിയ സിസ്റ്ററിന്റെ ആ സാക്ഷ്യം അനേകർക്ക് ഒരു പ്രയോജനവും പ്രചോദനവുമായി മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ഹല്ലേലൂയ എന്നുള്ളൊരു വിളി കേൾക്കുവാൻ ആമേൻ സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന ഈ കൊച്ചു ആയുസ് ഹല്ലേലൂയ അതെപ്പോ വേണമെങ്കിലും ആമേൻ നീങ്ങിപ്പോകാം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവം തരുന്ന ആമേൻ ആമേൻ ഹല്ലേലൂയ അത് മനസ്സിലാക്കി ഹല്ലേലൂയ വിശ്വസ്തയോടെ ആമേൻ മുന്നേറുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയ ഡീന സിസ്റ്ററിനോടും ആമേൻ മോളോടും പ്രിയ സിസ്റ്റർ ദീപ, കെസിയ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ആമേൻ ഇന്ന് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ആമേൻ സ്തോത്രം. ശോശമ്മ ആൻറ്റി ആമേൻ പ്രിയ സിസ്റ്ററിന് വേണ്ടി ഒരു വാക്ക് ആമേൻ കുടുംബത്തെ മേൽപ്പിച്ചു പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദി പറയുന്ന കർത്താവേ, നന്ദിയല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലപ്പാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, തിരുനാമത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ സന്ധ്യയുടെ വേളയിൽ ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിപ്പാൻ, മഹത്വപ്പെടുപ്പാൻ, കർത്താവിന്റെ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കാനൊക്കെ ഞങ്ങൾ കൃതജ്ഞനായി നന്ദി പറയുന്നു കർത്താവ്. എത്രയോ ജീവിതങ്ങൾക്ക് ഈ ഭാഗ്യം ലഭിക്കാതെ ഇരിക്കുമ്പോൾ ദൈവം തന്ന വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ സൂം മീറ്റിംഗിനെ ഞങ്ങളുടെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് പോരാപ്പച്ചാതിന്റെ വലിയ വിശാലതയിലേക്ക് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇതിന്റെ ഉയർച്ചയ്ക്കായി, നന്മയ്ക്കായി പിന്നെയും പുതിയ പുതിയ കുടുംബങ്ങൾ കടന്നു വരുവാൻ കർത്താവ് നല്ല അനുഭവ സാക്ഷികളോ ദൈവം കൂട്ടിവരുത്തേണ്ടതിനായി കർത്താവെ നിന്റെ കരങ്ങളിലോട്ട് അങ്ങ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രാത്രിയുടെ യാമാരമ്പോൾ തന്നെ നിന്റെ മകളെ ഇതിനായി നിന്നമേ കണ്ടതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നിന്റെ മകളെ പിന്നെയും ബലപ്പെടുത്തുമാറാകണം, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവിക ദർശനങ്ങൾ, വെളിപ്പാടുകൾ അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കാൻ നീ കുടുംബം മാഞ്ഞവരെ മാനിച്ചാട്ട കർത്താവേ. രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ അതിന്റെ നടുവില് എന്റെ കർത്താവിന് വേണ്ടി എരിഞ്ഞ് ശോഭിക്കേണ്ടതിനായി പിന്നെ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അമ്മയെ കൊച്ചു കുഞ്ഞിനെ ഏൽപ്പിക്കുന്ന കുടുംബം മാഞ്ഞവരെ മാനിച്ചാട്ട് അനുഗ്രഹിച്ച് സ്ലോട്ടിൽ കടന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. എല്ലാവരും ദൈവം സഹായിക്കുക, അനുഗ്രഹം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനുഭവ സാക്ഷ്യത്തിലൂടെ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല സാക്ഷ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ദാസിയും കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ നാളുകളിലെ കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പീഡകൾ, പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ നിന്റെ മകളെ നീ കണ്ടതിനായി നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. പിന്നെയും അനേകർക്ക് ഒരു അനുഗ്രഹമായി, വിടുതലായി, നന്മയായി തീരേണ്ടതിനായി വിവരങ്ങളിലോട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പിന്നെ ദൈവിക ദർശനങ്ങൾ, കൃപ വരങ്ങളെ ഹല്ലേലൂയ പ്രവചനാത്മാവിനാൽ നിറയ്ക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. അനേകർക്ക് ഒരു അനുഗ്രഹം മാറ്റിമാറാണ്. അനേക കഷ്ടത്തിൽ കിടക്കുന്നവരുണ്ട് കർത്താവ്, സങ്കടത്തിലിരിക്കുന്നവരുണ്ട് കർത്താവ്, വേദനയിൽ കഴിയുന്നവരുണ്ടല്ലോ കർത്താവ്. അവരുടെ അടുത്തേക്ക് നിന്റെ മകളെ ഐക്യമാറാകണം. കുടുംബമായി നീ അവരെ മാനിച്ചാട്ടെ, ജോലിയിൽ കൂടെ ഇരുന്നാട്ടെ കർത്താവെ. എല്ലാ നിലകളും അനുഗ്രഹിക്കട്ടെ, കുടുംബമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. സഹോദരിമാരെ ഏൽപ്പിക്കുന്നത് അത് അവരെ ഈ ദിവസങ്ങളിൽ കർത്താവെ അമ്മ അനുഭവ സാക്ഷ്യത്തിലൂടെ എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാന് എന്റെ കുടുംബമായി നീ വിളിച്ച് വേർതിരിച്ചാട്ടെ കർത്താവെ. ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്ന് ഹല്ലേലൂയ നിന്റെ കുഞ്ഞുങ്ങൾക്കൂടൊക്കെ നീ പറഞ്ഞു കൊടുക്കുന്ന വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഈ ലോകത്തിലെ ഒന്നുമില്ലപ്പാ ഹല്ലേലൂയ. ആമേ അനേകര് ഹല്ലേലൂയ ദൈവങ്ങളുടെ പുറകെ ഓടുമ്പോൾ
കർത്താവെ നീ മുന്നമേ കണ്ടുവരെ വിളിച്ച് വേർതിരിച്ചുള്ള ദൈവമേ സത്യദൈവത്തെ അറിയാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യമുണ്ടായതിനായി നന്ദി പറയുന്ന കർത്താവെ അനേക ഇടങ്ങൾ നിന്റെ നാമത്തെ ഉയർത്തുവാൻ പിന്നെ നീ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ. കുടുംബം കുഞ്ഞുങ്ങൾ തലമുറ തലമുറയായി എന്റെ അപ്പന്റെ സ്നേഹം അനുഭവിപ്പാൻ പിന്നെ അവരെ വിളിച്ച് വേർതിരിച്ചാട്ടവർ മാത്രമല്ല കർത്താവെ അവരുടെ ബന്ധുക്കൾ ചാർച്ചക്കാർ സഹോദരൻ മുഴുവനായിട്ട് അവർ മിസ്രൈമിൽ കിടക്കുമ്പോൾ ഈ ദിവസങ്ങൾ ഒരു കുളം പോലും ശേഷിക്കാതെ ഹല്ലേലൂയ അവൻ കർത്താവെ നീ വിളിച്ച് വേർതിരിക്കുന്ന മരുഭൂമിയിൽ ആരാധിപ്പാൻ കർത്താവെ എന്റെ കുഞ്ഞുങ്ങളെ പിന്നെയും പിന്നെയും വിളിച്ച് വേർതിരിച്ചാട്ട കർത്താവെ ഹല്ലേലൂയ കുടുംബം കുഞ്ഞുങ്ങൾ ബന്ധുക്കൾ ചാർച്ചക്കാർ മുഴുവനായും കർത്താവെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ ഈ ദിവസങ്ങൾ കർത്താവിന്റെ വരവിനെ ഹല്ലേലൂയ ലോകസംഭവങ്ങൾ വിളിച്ചറിയും ഞങ്ങളുടെ അനുഭവത്തിലൂടെ രുചിച്ചറിയുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കണ്ടും കേട്ടും ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളോ ചർച്ചക്കാരോ സഹോദരങ്ങളോ ആരും നശിച്ചു പോകാൻ ദൈവമേ സമ്മതിക്കല്ലേ. ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരെ ഏൽപ്പിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ദേശത്തുള്ളവരെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആത്മഭാരവും കണ്ണുനീരും ഈ ദിവസം ഞങ്ങൾക്ക് പെരുമാറാകണേ അപ്പാ ഹല്ലേലൂയ. ഞങ്ങളുടെ മക്കളും മാത്രം അല്ലപ്പാ എല്ലാവരെയും യേശുവിന്റെ സ്നേഹം അറിയട്ടപ്പാ ഹല്ലേലൂയ. ഞാൻ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ ഇത്രത്തോളം സമയം നിന്റെ സന്നിധിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകണം, ശക്തീകരിക്കണം. കടന്നു എല്ലാ മക്കളോടും ദൈവം സംസാരിക്കണമേ. എല്ലാ മക്കളെയും വിശുദ്ധിയോടെ വേർപാട് ജീവിപ്പാൻ കൃപ തരണമേ. വളരെ ബുദ്ധിയുള്ളവരായി ജ്ഞാനമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആരും നഷ്ടപ്പെട്ടു പോകാനോ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കല്ലേ. പിശാചിന്റെ കരവരത്ത് ഞങ്ങളെ വിട്ടുവീച്ചെങ്കിൽ കർത്താവെ വീണ്ടും ആ കരത്തിലേക്ക് കൊണ്ടുപോകാൻ ഹാലേലി അവൻ പദ്ധതി ഇണക്കുമ്പോൾ ഞങ്ങൾക്ക് സാത്താൻ നിങ്ങളെ ഹാലേലിയ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ എന്ന് അരളിച്ചത് ദൈവമേ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിപ്പാന് ആവശ്യമായി ദൈവം ഞങ്ങളുടെ ഓരോരുത്തർക്കും ഇന്ന് സന്ധ്യയുടെ വേള ഞങ്ങൾക്ക് തന്ന അട്ടപ്പച്ചാസ്തോത ഞാൻ ദൈവമേ എല്ലാവരും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഏഴ് സമ്പൂർണ്ണമായി താഴ്ത്തുന്ന എന്റെ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേൾക്കണമേ. സ്തോത്ര യേശുവിൻ നാമത്തിൽ കൃപയേക്കണമേ. നല്ല പിതാവേ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടനായ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആമേൻ. വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സെക്ഷൻ കർത്താവ് നമുക്ക് തന്നു. പ്രിയ ഡീന സിസ്റ്ററിനോടുള്ള നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. കുടുംബമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അടുത്തൊരാഴ്ചക്കാലം കർത്താവ് നമ്മളെല്ലാവരെയും ഇന്ന് നാം കേട്ട സാക്ഷ്യം പോലെ വിശ്വസ്തയോടെ ആമേൻ നിലനിർത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, ഇടയാക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. താങ്ക് യു.